ഹലോ മക്കൾസ്, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ മറ്റൊരു 2 യൂണിവേഴ്സിറ്റികൾ കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ. ഒന്ന് നമ്മുടെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി, രണ്ടും ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ അടുത്തുള്ള 2 യൂണിവേഴ്സിറ്റികളാണ്, 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് തമിഴ്നാടും കർണാടകവും. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മുടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, അതായത് NIRF റാങ്കിൽ വരുന്നത് 83 ആണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. പിന്നെ 2009 എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ ആൻഡ് ആക്ട് ഓഫ് പാർലമെൻറ്റ് പ്രകാരം 2009 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് അറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, കാരണം എന്ന് എസ്റ്റാബ്ലിഷ്, പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ വരുന്നത്, ന്യൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റഡ് ടു എക്സ്പാൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആക്സസ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. നമുക്ക് എന്താണ്, ലേണിംഗ് പീസ്ഫുൾ ആൻഡ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ഉണ്ട്. പിന്നെ മോഡേൺ അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് പുതിയ ആധുനിക സൗകര്യങ്ങളാണ് കൊടുത്തുള്ളത്. പിന്നെ സെപ്പറേറ്റ് നാഗുടി ക്യാമ്പസ് ഫോർ ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ഹൗസിംഗ് ഉണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. അക്കാഡമിക്സ് ഹാൾ ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ. മക്കളെ, ഇത് നമ്മുടെ നാട്ടിലത്തെ യൂണിവേഴ്സിറ്റി പോലെ ഒന്നല്ല കേട്ടോ, അത് വേറെ ലെവലാണ് തോന്നുന്നത്. വെൽ എക്വിപ്ഡ് ലൈബ്രറി ആൻഡ് ലബോറട്ടറീസ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്സ്, ഓഡിറ്റോറിയം, കംഫർട്ടബിൾ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ, അതായത് ഫുൾ ടൈം ഹെൽത്ത് സെൻ്ററുകൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, യോഗ സെൻറ്റർ, ഇൻഡോർ സ്റ്റേഡിയം, അതായത് നിങ്ങൾക്ക് ഷട്ടിൽ, ബാഡ്മിൻ്റൺ അങ്ങനത്തെ ഒക്കെ കളിക്കാം, ജിംനാഷ്യം, പിന്നെ അതുപോലെ തന്നെ ബാങ്ക് വിത്ത് ATM. പുറത്ത് എവിടേക്ക് പോകണം, ATM ഒക്കെ ഉണ്ട്. ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ATM ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലടാ. അത് നോക്കണം. ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രോഗ്രാംസുകൾ നോക്കാം. നമുക്കിപ്പോൾ റിസർച്ച് പ്രോഗ്രാംസുകൾ നമുക്ക് വേണ്ട, പക്ഷേ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിലെ UG ആണ് നമുക്ക് നോക്കേണ്ടത്. BSc ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, കെമിസ്ട്രി, ബയോടെക്നോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, മൈക്രോബയോളജി, ജിയോഗ്രഫി, അപ്ലൈഡ് സൈക്കോളജി, മെറ്റീരിയൽ സയൻസ്, എപ്പിഡെമോളജി. ഓക്കെ, പിന്നെ അത് നമുക്ക് നോക്കാനുള്ളത് ആർട്സ് ആൻഡ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. BA എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മാസ് കമ്മ്യൂണിക്കേഷൻ, തമിഴ്, കൊമേഴ്സ്, മ്യൂസിക്, സോഷ്യൽ വർക്ക്. ഇതാണ് നമ്മുടെ ആർട്സ് ആൻഡ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സംഭവങ്ങൾ അല്ലേ. ഇനി മാനേജ്മെൻറ്റ് BBA വരുന്നുണ്ട്. BBA ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. BTech ആണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഇനി പിന്നെ ഫാഷൻ റിലേറ്റഡ് കോഴ്സുകളൊക്കെയാണ്. ടെക്സ്റ്റൈൽ ആൻഡ് ഫാഷൻ BSc, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, പിന്നെ ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ്, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, ഈ കാര്യങ്ങളൊക്കെ. ഇനി കർണാടകയുടെ കാര്യം നോക്കാം. 2009 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങളുടെ കോഴ്സുകൾ അതിലുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. 2009 കർണാടകയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് NIRF റാങ്കിങ്ങിൽ എത്ര, 150 to 200 ഇടയിലായിട്ടാണ് വരുന്നത്. NAC A ഗ്രേഡ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 654 ഏക്കറയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്താ കാലാബ്രഗി ഡിസ്ട്രിക്റ്റ് ആണ്. ഈ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയണമെന്നില്ല, ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ടീച്ചിങ്, ലേണിംഗ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. പിന്നെ പ്രൊമോട്ട് ഇന്നോവേഷൻ, അത് നമുക്കൊരു ഇന്നോവേഷന് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്, ഡോക്ടറൽ റിസർച്ച് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കി വെക്കാം. ഇനി എന്തൊക്കെയാണ് മേജർ അക്കാഡമിക്സ് ഏരിയാസ് നോക്കി വെക്കാം. ഒന്ന് ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, മാനേജ്മെൻറ്റ് സയൻസ്, എഞ്ചിനീയറിംഗ്. ഇനി ആ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ BSc സയൻസ് പ്രോഗ്രാമുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, സൈക്കോളജി, ജിയോഗ്രഫി. ഇനി BA പ്രോഗ്രാംസുകൾ BA ഇംഗ്ലീഷ്, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ടെക്നോളജി കാര്യങ്ങൾക്ക് BTech മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ BBA അത് വരുന്നുണ്ട്, BA LLB വരുന്നുണ്ട്, BPA പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് തമിഴ്നാടിൻ്റെയും കർണാടകൻ്റെയും കാര്യങ്ങളിൽ നോക്കാനുള്ളത്. അപ്പോൾ മക്കളെ, ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങളുടെ കോഴ്സുകൾ, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫെസിലിറ്റി ആയിട്ട് തോന്നുന്നത്, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതിനു മുമ്പ് നന്നായിട്ട് CUT പഠിക്കുക എന്നുള്ളതിനാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെ, താങ്ക് യു.